ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ചയിൽ പരിശോധിക്കുന്നത് ആറാം നാൾ കേരളം വിധി എഴുതുന്നതിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഏത് രീതിയിലുള്ള പ്രചരണ തന്ത്രത്തിലേക്കാണ് ഇന്നെത്തിയത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇടത് ചിന്തകനുമായ ശ്രീ PM മനോജ്, ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ A ഷുക്കൂർ, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ എന്നിവർ. കേരള രാഷ്ട്രീയത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ ജനമനസ്സുകളിലേക്ക് വന്നാൽ കുഴപ്പമായി പോകുമല്ലോ അല്ലേ? അങ്ങനെയല്ലല്ലോ. സത്യമായി പറയണ്ടേ? എപ്പോഴും വളച്ചൊടിക്കലാകാമോ? എപ്പോഴും ഗീബൽസിനെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കള്ളം സത്യമായി മാറില്ല. ഏതായാലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അതുപോലെ വരട്ടെ പുറത്തേക്ക്. എന്തായാലും കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കാസർഗോഡ് ജില്ലയിൽ എല്ലാ കാലത്തും 3-ാം സ്ഥാനത്താണ് LDF, 1-ാം സ്ഥാനത്ത് UDF, 2-ാം സ്ഥാനത്ത് BJP, 3-ാം സ്ഥാനത്ത് LDF. ഈ യാഥാർത്ഥ്യം പറഞ്ഞാൽ കുഴപ്പമാവും. കുട്ടനാട്ടിൽ സംഭവിക്കാൻ പോകുന്നതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രത്യേക സവിശേഷത അതുകൂടി ഒന്ന് പറഞ്ഞു പോയാൽ കുഴപ്പമാവും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു BJP ആണ്. എന്നാൽ മത്സരം കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോൾ കേരള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാൽ UDFും LDFും തമ്മിൽ മത്സരം. ചില സ്ഥലങ്ങളിൽ LDF 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ശരി, ഇത് കൃത്യമായി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി കണക്കെടുത്ത് പറയുന്നതാണെങ്കിൽ നിയമത്തിന്റെ കാര്യം എന്തുകൊണ്ടാണ് പറയാത്തത്? നിയമത്ത് ആരാണ് 3-ാം സ്ഥാനത്ത്? കഴിഞ്ഞ തവണത്തെ കണക്കെങ്കിലും എടുത്താൽ ശരിയാ, കഴിഞ്ഞ തവണ ഒരു പ്രാവശ്യം സംഭവിച്ചു. കാസർഗോഡ് അങ്ങനെയല്ല, നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ശ്രീ PM മനോജ്, ഈ കാര്യത്തിൽ ശ്രീ A ഷുക്കൂറിന്റെ വിശദീകരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുമായി ചേർത്ത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഷുക്കൂർ ഉമ്മൻചാണ്ടി പറഞ്ഞത് ആവർത്തിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിൽ ആരാണ് BJPയെ എതിർക്കുന്നത്? രാജ്യത്താകെ ഇപ്പോൾ കേരളം, ബംഗാൾ, ത്രിപുര അങ്ങനെയാണല്ലോ. CPIM എന്ന പാർട്ടി കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ച തടഞ്ഞ 3 സംസ്ഥാനങ്ങൾ കേരളവും ബംഗാളും ത്രിപുരയാണ്. BJPക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശക്തമായി അതിനെ വർഗീയ രാഷ്ട്രീയത്തെ എതിർത്ത ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് ത്രിപുരയിൽ BJP പൊടി. ഇപ്പോൾ എന്താ, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ത്രിപുരയിൽ BJPയിലേക്ക് പോവാണ്. ഒന്ന്, ഇപ്പോൾ ഷുക്കൂറിന് അറിയുമെന്നറിയില്ല, കാരണം അറിഞ്ഞിട്ടുണ്ടാവില്ല. കേരളത്തിൽ ആലപ്പുഴ മാത്രം ചുറ്റിത്തിരിയുന്നതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. രണ്ടാമത്തത്, ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി BJP ചെറിയ നേട്ടങ്ങളുണ്ടാക്കി. പക്ഷേ അവിടെയും BJPയുടെ വളർച്ച പൂർണ്ണമായും തടയപ്പെട്ടു. കേരളത്തിൽ BJP നിരവധി തവണ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. RSS BJP വന്നപ്പോൾ അത് മൂർച്ഛിപ്പിച്ചു. അങ്ങനെ അതിനെയൊക്കെ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ ഷുക്കൂറിനോട്. ആരാണ് കേരളത്തിൽ തൊഗാഡിയ വന്ന് വർഗീയ വിഷം വമ്മിപ്പിക്കുന്ന പ്രസംഗം നടത്തിയ കേസ് പിൻവലിച്ചത്? ആരാണ് തിരുവനന്തപുരത്ത് MG കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ RSSകാർ ശ്രമിച്ച കേസ് പിൻവലിച്ചത്? എന്തിനാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ RSSകാരോട് പോലീസ് അനുഭാവപൂർണ്ണമായ സമീപനം കാണിച്ചത്? എന്തുകൊണ്ടാണ് ഷുക്കൂറിൻ്റെ പാർട്ടിയും ഇന്ന് വരെ കേരളത്തിൽ RSS നടത്തിയ ഒരു നരമേധത്തെയും ആക്രമണത്തെയും തള്ളിപ്പറയാൻ കൂട്ടാക്കാത്തത്? അതുപോലെ തന്നെ ഉദുമയിൽ കണ്ണൂർ K. സുധാകരൻ എന്ന നേതാവ്, അദ്ദേഹം ഇപ്പോൾ ഭയപ്പെട്ടിട്ട് ഉദുമയിലേക്ക്, കാസർഗോഡ് ജില്ലയിലേക്ക് പോയി. എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന RSSൻ്റെ നരമേധത്തെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല എന്ന് മാത്രമല്ല, RSSുമായി താൻ കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് പരസ്യമായി ഒരു ചാനൽ അഭിമുഖത്തിൽ സമ്മതിച്ച സുധാകരനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ഇവർക്ക് കഴിയാത്തത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, ശ്രീ EP ജയരാജൻ മട്ടന്നൂർ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 35,000-ലധികം വോട്ടിന് ജയിച്ച നേതാവാണ്. അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ആരാണ് ശ്രീ K. സുധാകരൻ അയച്ച കൊലയാളികൾ? ആ കൊലയാളികൾ RSSൻ്റെ നമ്പർ 1 ക്രിമിനൽ പേട്ട ദിനേശനാണ്. മറ്റൊന്ന് വിക്രംചാലിൽ ശശിയാണ്. ഈ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ് സുധീഷിനെ കൊന്ന കേസിൽ. ആ ദിനേശന് തോക്കും കാശും കൊടുത്ത് അയച്ചത് K. സുധാകരനാണ്. ആ K. സുധാകരൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കേരളത്തിൽ RSSൻ്റെ B ടീമായി പ്രവർത്തിപ്പിക്കുന്നു. ഒന്ന്,
അടുത്ത കാര്യം നോക്കാം. ഷുക്കൂർ കടുത്ത രീതിയിൽ ഈ വെള്ളാപ്പള്ളി വിരുദ്ധ പ്രസംഗമൊക്കെ നടക്കുന്ന ആളാണ്. ഈ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഇടപാട് ശങ്കർ പ്രതിമയായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളൊന്നും ഷുക്കൂർ അറിയാതെ പോയോ? അപ്പോൾ വെള്ളാപ്പള്ളിയെ ദല്ലാളാക്കി വെച്ചുകൊണ്ട് RSSൻ്റെയും BJPയുടെയും വോട്ട് വാങ്ങാനുള്ള കച്ചവടം ഉമ്മൻചാണ്ടി നടത്തുന്നു. അത് മറച്ചു വെച്ചോണ്ട് ഇപ്പോൾ ഇന്നലെ ഇവിടെ സോണിയാഗാന്ധി വന്നപ്പോൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ 45-48 വർഷമായി RSS എന്നെ വേട്ടയാടുകയാണെന്ന്. RSS ആടുന്നു എന്ന് സോണിയ പറയുന്നു. എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് RSSനെതിരായിട്ട് ഒരു അക്ഷരം പറയുന്നത് ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇതാണ് വിഷയം. ഈ കാര്യം ആണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പറയാനുള്ളത്. നിങ്ങളുടെ തന്നെ നേതാക്കൾ എല്ലാവരും ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ രീതിയിൽ പറയുന്നുമില്ല. ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് രാവിലെ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDFും UDFും തമ്മിലാണ് 140 മണ്ഡലങ്ങളിലും മത്സരം എന്നാണ്. ഈ കാര്യം മനസ്സിലാകാതെ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയോ മറ്റു ചില നേതാക്കളോ ഒക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ച രീതിയിൽ ഉമ്മൻചാണ്ടി BJPക്ക് വേണ്ടി ഒരു സംഘ പ്രചാരകനെ പോലെ വിടുപണി ചെയ്യുകയാണ് എന്ന രീതിയിൽ. ലാല്, ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. മനോജിന് കൊടുത്ത അത്രയും സമയം എനിക്ക് തരുന്നില്ല എങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല. ആദ്യം ഇത് തന്നെ പറയാം. ശ്രീ ഷുക്കൂർ നേരത്തെ പറഞ്ഞപ്പോഴും ഞാൻ ഇടയ്ക്ക് കയറി അല്ല ശ്രീ മനോജിലേക്ക് പോയത്, അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോഴാണ് അല്ലല്ല ഞാൻ ഇടയ്ക്ക് കയറിയല്ല. എനിക്ക് അത്രയും സമയം തരണം, ഇടയ്ക്ക് കയറരുതും ലാല്. അതുകൊണ്ട് ഓരോന്ന് എണ്ണി പറയാം. ഈ 977 മുതൽ നിങ്ങളുടെ അവിഹിത ബന്ധം, മുന്നണി, അടിയന്തരാവസ്ഥ കാലത്തെ ജനസംഘവും RSSുമായുള്ള ബന്ധം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPMും അല്ലെങ്കിൽ അന്നത്തെ DYFIയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവജന സംഘടനകളും ഒരുമിച്ച് ജയിലിൽ കടന്നതുൾപ്പെടെയുള്ളത് ഇങ്ങോട്ട് പറഞ്ഞാൽ, നിങ്ങൾ മാരാർക്ക് വോട്ട് ചെയ്യാൻ ഉദുമയിൽ തീരുമാനമെടുത്തതുൾപ്പെടെ 89-ൽ VP സിംഗിൻ്റെ ഗവൺമെൻറ്റിൽ നിങ്ങളുടെ പങ്കാളിത്തം, ബാജ്പേയിയുടെയും അദ്വാനിയുടെയും പങ്കാളിത്തം, EMSും ജ്യോതിബാസും ഉൾപ്പെടെ അതിനെ താങ്ങിയത് അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ ഭാഗമല്ലേ? 1. 2, നിങ്ങൾ വലിയ ഏതാണ്ട് RSSനെതിരെ BJPക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന എന്തൊരു പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങൾ എവിടെ നടത്തി? ത്രിപുരയിൽ നടത്തി, പശ്ചിമ ബംഗാളിൽ നടത്തി. 32 വർഷം നിങ്ങൾ പശ്ചിമ ബംഗാളിൽ ഭരിച്ച് നിങ്ങളുടെ സ്ഥിതി എത്ര ദയനീയമായി! പശ്ചിമ ബംഗാളിൽ എത്ര ദയനീയമായി! നിങ്ങൾ BJPയേക്കാൾ പിന്നിലേക്ക് പോകുന്ന അവസ്ഥ വന്നില്ലേ? 2. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു, തെഗാഡിയയുടെ കാര്യം. തെഗാഡിയയുടെ കാര്യത്തിൽ ഏത് ഗവൺമെന്റാണ് അനാസ്ഥ കാണിച്ചത്? കോടതി അവസാനം ഇതിന്മേൽ, ആ കേസിൽ മേൽ തീരുമാനമെടുക്കേണ്ട ഗതികേടുണ്ടായില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ എവിടെ പോയിരുന്നു ഭരണകാലഘട്ടത്തിൽ? നടപടിയെടുക്കാഞ്ഞ എന്ത്? തെഗാഡിയയുടെ കേസ് ഉണ്ടാകുന്നത് ഏത് വർഷമാണ്? നിങ്ങൾ എന്ത് നടപടിയെടുക്കാഞ്ഞ്? എന്ത് പാർട്ടിയാണ്? തെഗാഡിയയുടെ കേസ് ഉണ്ടാകുന്ന വർഷം നിങ്ങളുടെ ഭരണകാലഘട്ടത്തിന് ശേഷവും 5 വർഷക്കാലം കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്നു. എന്തേ ആ കേസിന്മേൽ അതിൽ എടുക്കാമായിരുന്നല്ലോ? എന്താ വെച്ച് നീട്ടിയത്? അത് ഒരു നിയമപരമായ പരിണാമം എന്ന് പറയത്തക്ക രീതിയിൽ വന്ന് സംഭവിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ, മനോജിന്റെ പാർട്ടി, ഈ ബീഹാറിലെ നയം എന്തായിരുന്നു? ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായപ്പോൾ ചെന്നല്ലോ അവിടെ സീതാറാം യെച്ചൂരി. എന്തായിരുന്നു നയം? കോൺഗ്രസിന്റെ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ 10 സീറ്റുകൾ കളഞ്ഞ് BJPക്ക് 10 സീറ്റുകൾ ഉണ്ടാക്കി കൊടുത്ത വർഗീയവാദികളായ BJPയെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളല്ലേ? ഈ LDF അല്ലേ? അപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല എല്ലാ ദിവസവും പറയുന്നു ഇങ്ങനെ. അങ്ങനെയല്ല. ആലപ്പുഴയിലെ ജനപക്ഷം പരിപാടിയിൽ പത്രസമ്മേളനത്തിൽ ഞാനും പങ്കെടുത്ത ആളാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്.
ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു രാജ്യമാസകലം ഞങ്ങൾ പോരാട്ടം നടത്തുന്നത് വർഗീയതയ്ക്കെതിരെയാണ്, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ്, മതേതരത്വം സംരക്ഷിക്കാനാണ്. നിങ്ങളെപ്പോലെ അവസരവാദിത്വം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ശ്രമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് രാജ്യത്തിന്റെ വിധി എഴുത്തല്ല. സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷം ഭരിച്ച നിങ്ങളുടെ സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ അവർക്ക് സേവനം നൽകിയത് എന്നുള്ളതിൻ്റെ വിലയിരുത്തലാണ്. ആ നിലയ്ക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പാണ്. അവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് BJPയുമായി ആണ് ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് എന്ന് പറയുന്നത്? ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രചരണത്തിൽ അവർ മുമ്പിൽ വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രചരണ കൊഴുപ്പ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേമത്തെ കഴിഞ്ഞ തവണത്തേത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പോലെ ഇത്തവണത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി അതിനെ കാണുകയല്ലേ വേണ്ടത്? അല്ലാതെ നിങ്ങൾ എന്ത് അളവുകോൽ ഉപയോഗിച്ച് അളന്നാണ് ഇപ്പോൾ BJPയാണ് നിങ്ങളുടെ മുഖ്യ പ്രതിയോഗി ഈ ചില മണ്ഡലങ്ങളിൽ എന്ന് കണ്ടെത്തിയത്? ഞങ്ങൾ എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് എതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ, അഖണ്ഡതയ്ക്കെതിരെ, തീവ്രവാദത്തിനെതിരെ, രക്തസാക്ഷിത്വം. ഇന്ത്യൻ പ്രധാനമന്ത്രി രക്തസാക്ഷിയായ സ്ഥലമാണ് ഈ വർഗീയതയ്ക്കെതിരെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ശ്രീ ഷുക്കൂർ, അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. BJPയുമായുള്ള ഏറ്റുമുട്ടലല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ഗാന്ധിയും രക്തസാക്ഷികളായത് അത് നമുക്കറിയാവുന്നതാണ്. അങ്ങ് കൃത്യമായി മറുപടി പറയുക ശ്രീ ഷുക്കൂർ. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ താങ്കൾ പറയുന്നത് 89-ൽ VP സിംഗ് സർക്കാരിന്റെ കൂട്ടത്തിൽ ഇടതുപക്ഷവും BJPയും ഉണ്ടായിരുന്നു എന്നാണ്. ആ BJP വർഗീയത നിലപാടെടുത്തപ്പോൾ ആ ഇടതുപക്ഷവും VP സിംഗും അന്ന് ആ പദവി വേണ്ട എന്ന് വെച്ചു, ആ പിന്തുണ വേണ്ട എന്ന് ഇടതുപക്ഷവും വെച്ചു, BJP ഒഴിവാക്കി. പക്ഷെ നിങ്ങൾക്ക് മേൽ ഉയരുന്ന ആരോപണം രഹസ്യമായി ഉണ്ടായതാണ്. കോലീബി സഖ്യം എന്ന രഹസ്യ ബാന്ധവമാണ്. അതിന് മറുപടി പറയണം. നിങ്ങളെ എത്ര കോലീബി പറഞ്ഞാലും ജനങ്ങൾ യാഥാർത്ഥ്യം കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടം, സാമൂഹ്യ മാറ്റം, അശരണർക്കും പാവപ്പെട്ടവർക്കുണ്ടായ ആത്മവിശ്വാസം, ജനങ്ങൾക്കുണ്ടായിട്ടുള്ള വികസനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയുടെ നികത്തൽ, ജനങ്ങൾ കൈനിറയെ ശമ്പളവും പെൻഷനും വാങ്ങുന്ന ഒരു കാലഘട്ടം, 9ാം ശമ്പള കമ്മീഷന്റെയും 10ാം ശമ്പള കമ്മീഷന്റെയും പരിഷ്കാരം നടത്താൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ്, അങ്ങനെ പരിഷ്കരണം. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ നേതാവ് നമ്മുടെ രാജ്യം സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് സദ്ദാം ഹുസൈന് വേണ്ടിയാണ് ഞങ്ങൾ. എവിടെയാ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്? ഞങ്ങൾ അങ്ങനെ വല്ലോ പറഞ്ഞോ? ഈ രാജ്യം സദ്ദാം ഹുസൈന് വേണ്ടിയാണ്. അവിടെ ശരിയായ വിഷയം. ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞ ആളാണ് സഖ്യത്തിന്റെ എങ്ങനെ നേരിടുന്നു എന്ന് കാണണം. അത് പറയാതെ വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടമാണ്, BJPയാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴാണ് സംശയം ഉണ്ടാകുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇതാ ഇപ്പോൾ ഷുക്കൂറിന്റെ പാർട്ടി അവർ കഴിഞ്ഞ 5 വർഷം ഭരിച്ചപ്പോഴുണ്ടായ നേട്ടം പറയുന്നു. നിങ്ങൾ അതിനെ തന്നെയാണോ തൊടുന്നത്? നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണോ പറയാനുള്ളത്? ശ്രീ രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ PM മനോജ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ഷുക്കൂർ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലേക്ക് എത്തുന്നു. അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സാധാരണ 5 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് 5 വർഷം എന്ത് ചെയ്തു, ഞങ്ങൾ 5 വർഷം മുമ്പ് പറഞ്ഞത് ഇന്നതൊക്കെയായിരുന്നു, ഇതൊക്കെ പൂർത്തീകരിച്ചു, അതിൻ്റെ പേരിലാണ് വോട്ട് തേടേണ്ടത്. ഇവരിപ്പോൾ മദ്യനയവും പറഞ്ഞിട്ടാണ് വോട്ട് തേടുന്നത്. മദ്യനയത്തിൻ്റെ കണക്ക് ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. എന്താ കണക്കെന്നറിയോ?
കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത സർവ്വകാല റെക്കോർഡിലേക്ക് കേരളത്തിൻ്റെ മദ്യവിൽപ്പന കുതിച്ചുയർന്നു. ഇവർ പറയുന്നു ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ വിൽപ്പന കുറഞ്ഞു വന്നു. ശരിയാണ്, 9% ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, ബ്രാൻഡി, വിസ്കി, റം തുടങ്ങിയ ലിക്കറിൻ്റെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 61% വിൽപ്പന ബിയറിൻ്റേത് കൂടി. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 2014-15 2015-16 വർഷത്തിൽ 278 ലക്ഷം ലിറ്റർ അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ വിൽപ്പന കൂടി. കേരളത്തിലെ ജനങ്ങളെ മദ്യത്തിലേക്ക് നയിക്കുകയാണ് ഇവർ. അത് പറഞ്ഞ് അത് വസ്തുനിഷ്ഠമായിട്ട് കണക്ക് പറഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? അതിൽ നിന്ന് ഇവർ ഒളിച്ചു കൊടുക്കുന്നു. രണ്ട്, ഇപ്പോൾ ഷുക്കൂർ പറഞ്ഞല്ലോ, നിങ്ങൾ ജനസംഘം BJP RSSുമായിട്ടൊന്നും ഒരു തരത്തിലും CPM ഒരിക്കലും ബന്ധമുണ്ടായിട്ടില്ല. അന്ന് വിശാല ജനതാ പാർട്ടി ഉണ്ടായിരുന്നു. ആ ജനതാ പാർട്ടിയിൽ ഒരു കഷ്ണത്തെ ഇവർ പിന്നീട് കൂട്ടി എന്നുള്ളത് വേറൊരു കാര്യം. എന്ന് മാത്രമല്ല, ഈ ഷുക്കൂറിൻ്റെ നേതാക്കൾ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ AKG സെൻറ്ററിൻ്റെ പടി കയറി ഇറങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടില്ല 80-ൽ. അതെന്താ ഇവർ മറന്നുപോകുന്നത്? ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ എതിർത്ത് പറയാൻ ഈ ഷുക്കൂറിൻ്റെ നേതാക്കൾ തയ്യാറായി. അവരിറങ്ങി വന്ന് AK സെൻറ്ററിൻ്റെ പടി കയറി ഇറങ്ങി പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറക്കണ്ട ഒന്നും. അത് വേറൊരു കാര്യം. മൂന്നാമത്, വർഗീയത പൊള്ളുന്നുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ടാണെന്നറിയോ? ഇതുവരെയുള്ള ഇവരുടെ കപട നയം. അരുവിക്കര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മത്സരം BJPയും UDFും തമ്മിലാണ് എന്ന് പറഞ്ഞത് CPM അല്ല, മറ്റേതെങ്കിലും BJP പോലുമല്ല, മറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഷുക്കൂറിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. എന്തിനാ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തണം, മതനിരപേക്ഷ മനസ്സിലവരെ ഭയപ്പെടുത്തണം, അവരുടെ വോട്ട് ഇങ്ങോട്ട് വാങ്ങണം. അതിന് 2 ഇഫക്റ്റാണ്. ഒന്ന്, BJPക്ക് ജയസാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റലിജൻസ് വിഭാഗവും അതും ഇതും കേരളത്തിലെ എല്ലാ വിവരങ്ങളും ചെല്ലുന്ന ഒരു കേന്ദ്രമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ആ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയുകയാണ് UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന്. അങ്ങനെ BJP ഒരു ഭാഗത്ത് സഹായിക്കുക, സ്വന്തം നേട്ടം മറ്റൊരു ഭാഗത്ത് ഉണ്ടാക്കുക. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള വോട്ട് നില നമുക്കറിയാലോ. ആ 34,000, 46,000, 56,000 അങ്ങനെയാണ് വോട്ട് നില. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന LDFിനേക്കാൾ 10,000-ലധികം വോട്ട് കുറഞ്ഞ് വാങ്ങിയ കക്ഷിയാണ് BJP. എന്നിട്ട് ഈ മുഖ്യമന്ത്രി, അദ്ദേഹം മഹാനാണെന്നാണല്ലോ ഇദ്ദേഹം ധരിക്കുന്നത്, ശ്രീ ഷുക്കൂർ ധരിക്കുന്നത്, എനിക്ക് തെറ്റിപ്പോയി, LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? യെസ്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാൻ നേരത്തെ അങ്ങയോട് ചോദിച്ചത്, ഷുക്കൂർ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വന്നിരിക്കുന്നു, കേരളത്തിലെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം ഞങ്ങളുടെ സർക്കാർ കഴിഞ്ഞ 5 വർഷം ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അത് ചർച്ച ചെയ്തു തന്നെയാണ് എന്ന്. അതിനെക്കുറിച്ചല്ലേ ഒരു പ്രതിപക്ഷ പാർട്ടി കൂടിയായ നിങ്ങളും പറയേണ്ടത്? ആ സർക്കാർ എന്ത് ചെയ്തു, ആ സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളത് അത് നിങ്ങൾ പറയുന്നുണ്ടോ? അല്ലല്ല, ഞാൻ നിങ്ങളുടെ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ UDFും LDFും മാത്രമേ കേരള സംസ്ഥാനത്തുള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള ലാലടക്കമുള്ള നിങ്ങളുടെ 3 ആളുകളുടെയും ഒരു പരിശ്രമം. കാരണം അത് സംസാരത്തിലും മറ്റുള്ള ഇപ്പോ NDAയുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് അവരെ കേൾവിക്കാരാക്കുന്നതിൽ കാര്യമില്ല. പിന്നെ ഇതേ സംബന്ധിച്ച് ഇതേ 2 മുന്നണിയും തമ്മിലുള്ള മത്സരത്തിന് അപ്പുറത്തുള്ള ഒരു മത്സരമുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളാണ് ഇപ്പോൾ ഇത് അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ നിർബന്ധിതമായ സാഹചര്യം. അതിനപ്പുറത്ത് ഉമ്മൻചാണ്ടി പറയുന്നത് കുട്ടനാട്ടിലെ കാര്യങ്ങളുടെയോ അല്ലെ കാസർകോട്ടെയോ മഞ്ചേശ്വരത്തെയോ കാര്യങ്ങളുടെയോ പശ്ചാത്തലത്തിലാണെങ്കിൽ എനിക്ക് അതിലും വ്യക്തമായി പറയാൻ കഴിയും. ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ മനോജിന്റെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കൂത്തുപറമ്പിലെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. കൂത്തുപറമ്പിൽ മത്സരം നടക്കുന്നത് BJPയും CPMഉം തമ്മിലാണ്. മട്ടന്നൂരിൽ മത്സരം നടക്കുന്നത് BJPയും CPMഉം തമ്മിലാണ്. അപ്പൊ കേരളത്തിലെ പല പ്രദേശങ്ങളിലും BJPയും LDFും തമ്മിൽ അല്ലെങ്കിൽ NDAയും LDFും തമ്മിൽ മത്സരം നടക്കുന്നു. മറ്റു പല പ്രദേശങ്ങളിൽ UDFും NDAയും തമ്മിൽ മത്സരം നടക്കുന്നു. അപ്പൊ ആ മത്സരങ്ങളെ മുഴുവൻ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഇവിടെ കേരളത്തിൽ 2 മുന്നണികൾ മാത്രമാണ് ഉള്ളത് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തുവെന്ന പരിശ്രമം അത് ചില മാധ്യമങ്ങളെയെല്ലാം കൂട്ടുപിടിച്ചിട്ട് കാലങ്ങളായി ഇടതു വലതു മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ കണ്ണൂരിലെ ചില ഭാഗങ്ങളിൽ CPMഉം BJPയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്? അവിടെ ഏത് ഭാഗത്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും വന്നിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന കാര്യമാണ് ലാലെ ഞാൻ പറഞ്ഞത്. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്കുണ്ടായ മുന്നേറ്റം നിങ്ങൾക്കറിയാമല്ലോ. കൂത്തുപറമ്പിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അഴീക്കോട് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്
കൂത്തുപറമ്പ് രക്തസാക്ഷിയാക്കിയ രാഘവന്റെ മകനാണ്. അപ്പൊ സ്വാഭാവികമായും രക്തസാക്ഷിത്വത്തിന് ഇടയാക്കിയ പ്രതിയുടെ വക്താവിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങളുടെ അക്രമത്തിൽ അതെങ്ങനെയാണ് ശരിയാകുക ശ്രീ രാധാകൃഷ്ണ മേനോൻ? ഒരു ശ്രീ എം വി രാഘവന്റെ മകനാണ് എം വി നികേഷ് കുമാർ എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേറെയും മക്കളുണ്ട്, അവർക്ക് പല രാഷ്ട്രീയമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൂടെ? എന്നെ പറയാൻ അനുവദിക്ക്. CPM ഞങ്ങളുടെ സ്ഥാനാർത്ഥി CPM-ന്റെ അക്രമത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട സദാനന്ദൻ മാഷാണ്. കാരണം രക്തസാക്ഷികളുടെ പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിയെ ഞങ്ങൾ മത്സരിപ്പിക്കുമ്പോ രക്തസാക്ഷിത്വത്തിന് ഇടയാക്കിയ ആളെ CPM മത്സരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയം തന്നെ മാറിയിരിക്കുന്നു. സമൂഹം ഒന്നാകെ ഈ NDAക്കൊപ്പം വരുമ്പോ നിങ്ങൾ ഭീതിയോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തടയുന്നു. ആ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കി നിങ്ങൾ സ്ഥാനാർത്ഥിയെ അവിടെ നിങ്ങളും നിർത്തി. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം ഭരിച്ച സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പഴയ രക്തസാക്ഷിത്വത്തിന്റെ ബന്ധുത്വം തേടി സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്? അല്ല, നിങ്ങൾ ഈ കാലങ്ങളായി അവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ഇരു മുന്നണികളും നടത്തുന്ന കപട മതേതരത്വവും കപട രാഷ്ട്രീയവും അത് സമൂഹത്തിന്റെ മുന്നിൽ തിരിച്ചറിയാനും അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുമുള്ള അവസരമാക്കി ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണുന്നു. ദേശീയ തലത്തിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനം ഭരിച്ച സർക്കാരിനെ നിങ്ങൾ തൊടുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ 60 വർഷമായി നിങ്ങൾക്ക് ചെകഞ്ഞെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം എടുത്തു പറയാൻ ശ്രമിക്കുന്നു. അതെങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ ഒരു അവതരണമായി മാറുക ശ്രീ രാധാകൃഷ്ണ മേനോൻ? തീർച്ചയായും കഴിഞ്ഞ 5 വർഷത്തെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ പശ്ചിമ ബംഗാളിൽ രാഹുൽ ഗാന്ധിയും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒരുമിച്ച് ഒരേ മാലയും ഇട്ട് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നു. കേരളത്തിലേക്ക് നിങ്ങൾ ആ മാല കൊണ്ടുവന്ന് ഇവിടെ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒരുമിച്ച് ആ മാലയിടുന്ന ദിവസം വിദൂരമല്ല എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ആ കൂട്ടുകെട്ട് ഞങ്ങൾ ശക്തിയോടെ വരുന്ന പ്രദേശങ്ങളിലൊക്കെ ഇടതും വലതും മുന്നണികള് ഒരുമിച്ച് രാധാകൃഷ്ണ മേനോൻ, പല ഘടക കക്ഷികളും തമ്മിൽ പല സംസ്ഥാനങ്ങളിലും പല ബന്ധമായിരിക്കും. ശിവസേനയും നിങ്ങളും തമ്മിൽ പല സംസ്ഥാനങ്ങളിലുള്ള ബന്ധമല്ല കേരളത്തിൽ. അതുപോലെ പല പാർട്ടികൾക്കും അവരുടേതായ രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ വരും. ഇതിപ്പോൾ രാജ്യാന്തര തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എന്തിനാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക? എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ശരിയാകുക? അത് ശരിയാകുന്നത് ദേശീയ തലത്തിൽ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നടത്തിയ അനേകം നടപടികളുണ്ട്, ഗുണഫലങ്ങളുണ്ട്. ആ ഗുണഫലങ്ങളൊന്നും ശ്രീ രാധാകൃഷ്ണ മേനോൻ, അങ്ങ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാവുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. നരേന്ദ്രമോദിക്ക് വോട്ട് പിടിക്കാനാണെങ്കിൽ അത് 2019 ഇനി സാധ്യതയുള്ളത്. അത് ഓരോ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദി ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് യോജിച്ചതാണോ? തീർച്ചയായിട്ടും. കാരണം നരേന്ദ്രമോദി കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള ഭൂവിഭാഗത്തെ ഒന്നായി കണ്ടുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി വികസന പദ്ധതികൾ നടപ്പാക്കുകയാണ്. ശരി, അതിന് സാധ്യതയുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇനി 3 വർഷമുണ്ട്, അദ്ദേഹത്തിന് പല കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് 2019 വന്ന് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കാം, ഞാനിതാ ഈ കാര്യങ്ങൾ ചെയ്തു വോട്ട് തരുമെന്ന് ചോദിക്കാം. ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നിങ്ങൾ നടത്തിയ സമരങ്ങൾ, നിങ്ങൾ KM മാണിക്കെതിരെ നടത്തിയ സമരം, അതല്ലെങ്കിൽ ഇവിടെ മറ്റ് അഴിമതികൾക്കെതിരെ നടത്തിയ സമരം, അതൊന്നും നിങ്ങൾ ഇപ്പോൾ മിണ്ടുന്നില്ല. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുമോ എന്ന രീതിയിലുള്ള അന്വേഷണമാണ്. അതാണ് ഇവിടെ നിങ്ങൾക്ക് പോലും വലിയ നഷ്ടങ്ങൾ ഇനി ഉണ്ടാക്കുക എന്ന തിരിച്ചറിവുണ്ടോ BJPക്ക്? ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടമുണ്ടാവുകയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മാറിയ രാഷ്ട്രീയത്തിന് അനുസൃതമായി കേരളം മാറാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇരു മുന്നണിക്കും ബദലായി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി വേനലിൽ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ്. ഇവിടെ അഭിസാരികമാരും ആഭാസന്മാരും മാറി മാറി ഭരിക്കുന്നു, ഇടതായാലും വലതായാലും എന്ന് കേരളീയ ജനത ഇടപെടട്ടെ. ഈ രാധാകൃഷ്ണൻ, ഇപ്പൊ നിങ്ങളുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു വാചകമാണ് ഈ ഇടതെന്നും വലതെന്നും. പക്ഷേ എനിക്കറിയാവുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ ഈ വലതെന്ന് പറയുന്നത് BJPയെ കുറിച്ചാണ്. നടുക്ക് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. നിങ്ങളിത് പറഞ്ഞ് ജനങ്ങളെ രാഷ്ട്രീയം പോലും തെറ്റിക്കുന്നുണ്ടോ? ഇടതേത് വലതേത് എന്ന തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടോ? അല്ല, ഞങ്ങള് ഭാരതത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഇടതിലും വലതിലുമില്ലാതെ
മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ കോൺഗ്രസ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലതിന്റെ വക്താവായി കാലങ്ങളായി ഉണ്ടായിരുന്നത്. അതിന് ബദല ഇടതാണ് എന്നാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ആഫ്റ്റർ നെഹ്റു ഷുക്കൂർ, ഇത് നിങ്ങൾക്കാണ് വലിയ നഷ്ടമുണ്ടാക്കുക. വലത് എന്ന ഒരു വിശേഷണം നിങ്ങൾക്കറിയാതെ ഈ തെരഞ്ഞെടുപ്പിലൂടെ വച്ചു നീട്ടുകയാണ് BJP. ഇടത് ഇവിടെയുണ്ട്. വലത് എന്ന് പറയുന്നത് BJP ഈ വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കുകയോ പ്രസ്ഥാനങ്ങൾ വളർത്തുകയോ ചെയ്യുന്ന പാർട്ടികളെയാണ് നമ്മൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ വലത് പക്ഷ കക്ഷികൾ എന്ന് പറയുക. ആ കൂട്ടത്തിൽ BJPയെയും ശിവസേനയും ഒക്കെയാണ് കൂട്ടുന്നത്. നിങ്ങൾ അറിയാതെ അതിന് ശരിവെച്ച് കൊടുക്കുകയാണോ? നിങ്ങൾ വലതായി മാറുകയാണോ? ഇപ്പോൾ നിങ്ങളുടെ നേതാക്കളുടെ ചില പ്രസ്താവനകൾ കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നു. ശ്രീ ഷുക്കൂർ, ലാലെ, ഭാരതീയ സമൂഹത്തിന് വളരെ നന്നായിട്ടറിയാം രാജ്യത്തിൻ്റെ പുരോഗതി, അടിസ്ഥാന വികസനം, സാമൂഹ്യ മാറ്റം, പാവപ്പെട്ടവൻ്റെ ഉന്നമനം, ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കരണം, നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അവിടെ വലതല്ല. ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇത്രയും കരുത്തുറ്റ വിപ്ലവകരമായ മാറ്റം രാജ്യത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ, സോഷ്യലിസ്റ്റ് വീതിയിലൂടെ ഭരണനിർവഹണത്തിലേക്ക് പോകാൻ കഴിഞ്ഞ ഒരു നേതാവായിട്ടാണ് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ ആക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ മൊട്ടത്തലയിൽ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ ഇന്നും തുടരുന്നു. ഈ രാജ്യത്തെ ക്രിയാത്മകമായി സൃഷ്ടിപരമായി പുരോഗതിയിലേക്ക് നയിക്കപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ വലുതെന്ന് പറഞ്ഞാൽ വലുതാകില്ല, നിങ്ങൾ മറ്റൊരു തരത്തിൽ ആക്ഷേപിച്ചാലാകില്ല. അത് ഈ രാജ്യത്തെ ജനതയ്ക്കറിയാം. ചരിത്രം ആ സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നരേന്ദ്രമോദി ആ ചരിത്രത്തെ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നമ്മൾ തുടരുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അടവ് നയമുണ്ടല്ലോ, നിങ്ങളുടെ അടവ് നയം എവിടെ? എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് അടവ് നയമുണ്ടല്ലോ. പിണറായിയുടെ ആ അടവ് നയത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനം. അടവ് നയം തെറ്റ്. എല്ലാ കാലത്തും നിങ്ങൾ പറയുന്ന അടവ് നയം. അവിടെ നിങ്ങളുടെ പ്രചരണം ശരിയാകുന്നില്ല. ഞങ്ങളുടെ പ്രചരണം ഒന്നും ശരിയാകാതെ ഒന്നും പോയിട്ടില്ല. കേരള സമൂഹം, രാജ്യത്തെ ദേശസ്നേഹികൾ, മതേതരവാദികൾ കോൺഗ്രസ് എടുത്ത നിലപാടുകളാണ് ശരി. നിങ്ങളെപ്പോലെ അല്ല. സിംഗൂരിൽ നിങ്ങളെടുത്ത നിലപാടല്ല ഞങ്ങളുടേത്. പശ്ചിമ ബംഗാളിൽ നിങ്ങളെടുത്ത മുതലാളിമാരെ സംരക്ഷിച്ച നിലപാടല്ല ഞങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ പതനം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് CPM അനുഭവിക്കുന്നത് വീണ്ടും അനുഭവിക്കാൻ പോകുന്നു. ഞങ്ങളൊരു അടവ് നയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അടവ് നയമാണ് ഈ കള്ള നയം, ഈ വൃത്തികെട്ട നയം. നിങ്ങൾക്ക് ഇതെല്ലാം ആകാം. പലതും പറയാനുണ്ടാകും. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ആ കഥയൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതല്ല ഇവിടുത്തെ ചോദ്യം. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഭരിച്ചെടുത്ത് എന്തുകൊണ്ട് CPM ഭരിക്കുന്നില്ല? CPM-ന് 3-ാം സ്ഥാനത്ത് പോലും വരാൻ പറ്റുന്നില്ല. CPM-ന് 3-ാം സ്ഥാനത്ത് പോലും വരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഭരിച്ചെടുത്ത് രാജ്യത്ത് ഞങ്ങളെ എതിർത്ത ശക്തികൾ, അവർ വലത് സംവിധാനത്തിന്റെ ഭാഗമായി അവർ അത്തരത്തിലേക്ക് പോയി. BJP-യുടെ നേതാക്കൾ ഇപ്പൊ എന്ത് നുണപ്രചരണം പറഞ്ഞാലും അതിനെന്തെല്ലാരും കൂട്ടുനിന്നാലും യാഥാർത്ഥ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം ഈ രാജ്യത്തിൽ അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കുക. വലത് ആരാണ് എന്നതാണ് ഇപ്പോഴത്തെ തർക്കം. വലത് BJP ആണെന്ന് ശാസ്ത്രം പറയുമ്പോൾ വലത് നിങ്ങളാണ് എന്ന് ഷുക്കൂർ പറയാൻ ശ്രമിക്കുന്നു. അല്ല, അദ്ദേഹത്തിന് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നല്ല ബോധ്യം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത്. എന്തായാലും ഒരു ആശ്വാസമുണ്ട്. മറ്റാരും പറയാത്തത് ശ്രീ ഷുക്കൂർ പറഞ്ഞു.
അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബാങ്ക് ദേശസാൽക്കരണം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേക്കുള്ള ഓർമ്മയായിരിക്കാം അദ്ദേഹം അതും സോഷ്യലിസം എന്ന് പദം പറഞ്ഞു. കോൺഗ്രസ് മറന്നുപോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ മൈതാന പ്രസംഗത്തിൻ്റെ സ്റ്റൈലിലാണെങ്കിൽ പോലും, ഞാൻ അദ്ദേഹത്തെ അപഹസിക്കാൻ പറയുന്നതല്ല, അദ്ദേഹം ഒരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം പറയുന്നില്ല. എന്തായാലും പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ സിംഗൂരിലെ നമ്മൾ സാധാരണ ഈ കുട്ടികൾ തമ്മിൽ അടികൂടുമ്പോൾ എന്നെ അവൻ ഇന്നലെ തല്ലിയിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയുള്ള ചില ന്യായങ്ങളൊക്കെ സാധാരണ ഒരു ചർച്ചയിൽ വരേണ്ടതല്ല. എന്നാലും എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം, ഇപ്പോൾ പോലും അദ്ദേഹം കേരളത്തിലെ BJP അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ, ഞാൻ ശിലാന്യാസത്തിൻ്റെയും രാജീവ് ഗാന്ധിയുടെ ഒന്നും കഥയിലേക്കൊന്നും പോകുന്നില്ല, കേരളത്തിൽ BJPയെ സഹായിച്ചത് ആര്? ഞങ്ങളൊന്നും പറയണ്ട. രത്നസിംഗിനെയും മാധവൻകുട്ടി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? അവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും സംയുക്ത സ്ഥാനാർത്ഥികളായിട്ടാണ് കേരളത്തിൽ മത്സരിച്ചത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഒന്ന്. രണ്ട്, കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ, RSS 2 പേരെ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ്സുകാരെ കൊന്നു. ആരൊക്കെയാണെന്നറിയോ? ഒന്ന് അത്ലറ്റ് സത്യനെ, മറ്റൊന്നൊരു രാജീവൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുത്തിക്കൊല്ലുകയായിരുന്നു, വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്നിട്ട് പോലും ആ സത്യനെ പരിഗണിച്ചില്ല എന്നല്ല, സത്യൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചു, അത് മുക്കി. അതല്ലാതെ RSSനെതിരെ കണ്ണൂർ ജില്ലയിലോ കേരളത്തിലാകെയോ ഈ കോൺഗ്രസ് നേതാക്കളുടെ RSSൻ്റെ ആക്രമണത്തിനെതിരെ ഇന്ന് വരെ പറയുന്ന കേട്ടില്ല. എന്നിട്ടോ ഡൽഹിയിൽ നമ്മുടെ കേരള ഹൗസിൽ ബീഫ് റൈഡ് നടന്നില്ലേ? അന്ന് കേരളമാകെ പ്രതിഷേധിച്ചു, ഇന്ത്യയിലാകെ പ്രതിഷേധം ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മിതത്വം പാലിക്കേണ്ടതായിരുന്നു. എന്ത് മിതത്വം? ആര് മിതത്വം? അങ്ങനെ കാരണം ഇതിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ BJPയുടെ വോട്ട് കിട്ടില്ലല്ലോ. ഇപ്പോൾ തോന്നി ഈ BJPയുടെ വോട്ട് രഹസ്യമായിട്ട് കച്ചവടം നടത്തുമ്പോൾ ഇങ്ങ് മതനിരപേക്ഷ വോട്ടുകൾ ആകെ ചോർന്നു പോകും, ഇനി അവരാരും തിരിഞ്ഞു നോക്കില്ല എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ടപ്പോഴാണ് മെല്ലെ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത്. ഞാൻ അരുവിക്കരയുടെ കാര്യം പറഞ്ഞു, അതല്ല ഇപ്പോൾ ആലപ്പുഴ ആവർത്തിച്ചത്. എവിടെയാണ് ഇവരിപ്പോൾ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്ന 7 മണ്ഡലങ്ങളുടെ കഥ പറയുന്നുണ്ടല്ലോ. ആ 7-ൽ 6-ലും UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, UDFൻ്റെ പ്രാതിനിധ്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാത്ത ഒരേ ഒരു മണ്ഡലമുള്ളത് നേമം. ബാക്കി 6 മണ്ഡലത്തിലും UDFൻ്റെ പ്രതിനിധികളാണുള്ളത്. ഇവർ തമ്മിൽ മത്സരിച്ച് BJP ഇവരെ തോപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് മനസ്സിലാക്കാതെ ഇപ്പോൾ പിന്നെ കുട്ടനാട്ടിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ഇവരുടെ വോട്ടല്ലേ സുഭാഷ് വാസു പിടിച്ച് കൊണ്ടുപോകുന്നത്? ശ്രീ ശുക്കൂർ, ഇവിടെ ഇപ്പോൾ അരുവിക്കരയിൽ ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ ആ പ്രസ്താവന വലിയ വിവാദമായതാണല്ലോ. അതിന് സമാനമായ പ്രസ്താവനയാണല്ലോ ഇപ്പോഴും വന്നത്. അതിൽ ചിലതാണല്ലോ ഇപ്പോൾ തിരുത്തുന്ന രീതിയിലും അങ്ങനെ അല്ല പറഞ്ഞത് എന്നുള്ള രീതിയിലേക്കുമുള്ള വിശദീകരണങ്ങളിലേക്കും ഒക്കെ പോയത്. ഇപ്പോൾ വലതാര് എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു നോക്കുക. നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ അരുവിക്കരയിൽ യഥാർത്ഥത്തിൽ റിസൾട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നല്ലേ? യഥാർത്ഥ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? ഇടതുപക്ഷവും UDFും തമ്മിൽ തന്നെയായിരുന്നില്ലേ? BJP അല്ലായിരുന്നല്ലോ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കബളിപ്പിക്കൽ ഉണ്ടായത്? അതിപ്പോഴും ആവർത്തിക്കുന്നത്. എൻ്റെ ലാലെ, നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അരുവിക്കരയിലെ മത്സരം BJP ആയിട്ട് LDFനും UDFനും ഇല്ലായിരുന്നു. അതിശക്തമായ മത്സരമല്ലേ ഉണ്ടായിരുന്നത്? എന്തിന് ഇത് കണ്ണടച്ചിരുട്ടാക്കണം? മനോജിന് ഞാൻ പറയുന്നത് മൈതാന പ്രസംഗമായിരിക്കും. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ഞാൻ ചരിത്രം പഠിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാനൊരു കള്ളവും പറയാനില്ല. നിങ്ങൾ നടത്തുന്ന അടവ് നയവും ആ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അത് എൻ്റെ മൈതാന പ്രസംഗമാവും. അതിനൊന്നും വഴങ്ങാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ മനോജ് നമ്മുടെ രത്നസിംഗും മാധവൻകുട്ടി സാറും 2 പേരും RSSകാരോ ഇന്നത്തെ നരേന്ദ്രമോദിയെ പോലുള്ള ചരിത്ര പശ്ചാത്തലത്തിൽ അങ്ങനെ ഉള്ളവരേ അല്ല. നരേന്ദ്രമോദിയെ പോലെ ഉള്ളവരല്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളവരല്ല. നിങ്ങളുടെ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ BJPയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് സഖാക്കന്മാർ CPMനകത്തുണ്ട്. അവരെ പോലെയും അല്ല, അത് മനസ്സിലാക്കണം. അവർ പൊതുജന സമ്മതരായ ആളുകളെ ആ കാലത്തുണ്ടായിരിക്കും. അത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അതാണ്. മത്സരം ഉണ്ടായില്ലേ? 3 ത്രികോണ മത്സരമല്ലേ അവിടെ? ഞാനിതൊന്ന് പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കൂല്ലാതെ വലിയ കഷ്ടമാണ്. നിങ്ങളുടെ ചർച്ചയിൽ വരാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഇത് നിങ്ങളൊന്ന് ഇത് കാര്യമായിട്ട് പറയുന്നതല്ല എന്ന് എനിക്കറിയാം. സ്നേഹത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങേക്ക് ആവശ്യത്തിന് സമയം തരുന്നുണ്ട്. ജനങ്ങൾ അറിയട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ ശ്രീ ശുക്കൂർ.
നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ. എന്തിന് ഞങ്ങളുടെ തലയിൽ ഇത് അല്ല, എന്തിന് BJP-യുടെ ബാന്ധവം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? അതിലൊരു ഗൂഢലക്ഷ്യമുണ്ട്. കാരണം എന്റെ ഡയറക്റ്റ് ചോദ്യം ഇതായിരുന്നു, അരുവിക്കരയിൽ നിങ്ങൾ മത്സരിച്ചത് BJP-യുമായി മാത്രമല്ല LDF-ഉമായിട്ട് കൂടിയാണ്. അത് മാത്രമല്ല LDF ആയിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്, അതല്ലെങ്കിൽ ഒന്നാമത് എത്താൻ വേണ്ടിയുള്ള മത്സരം LDF-ഉം UDF-ഉം തമ്മിലായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് അങ്ങ് നേരത്തെ കണ്ണടച്ചിരക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആരാണ് LDF-നെ കാണാതെ പോയത്? ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവിടെ ത്രികോണ മത്സരം തന്നെയാണ് നടന്നത്. പഴയ കാലത്ത് BJP-ക്ക് കിട്ടുന്ന വോട്ടാണോ കിട്ടിയത്? അത് മനസ്സിലാക്കണം. യാഥാർത്ഥ്യമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് BJP-യും UDF-ഉം തമ്മിലാണെന്നാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾ വലുത് എന്ന് പറയുന്നില്ലേ? അതുപോലെ കരുതിക്കോളൂ. അല്ലല്ല, അതുപോലെ കഴിഞ്ഞപ്പോ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായപ്പോ ഉമ്മൻചാണ്ടി പറയണമായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് BJP സഹായിപരമായി എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് ശാസ്ത്രപരമായി അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞ് തീർക്കട്ടെ മനോജ്, എന്നിട്ട് പറഞ്ഞോ. ഞാൻ മിണ്ടാതിരിക്കല്ലേ? ഞാൻ മിണ്ടാതിരുന്നില്ല ഇത്ര നേരം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ വലുതെന്നും നിങ്ങൾ ഇടതെന്നും പറഞ്ഞു. ഞങ്ങൾ പറയുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പോലും ഒരു ഘട്ടത്തിൽ സംശയം വരുത്ത തരത്തിൽ ത്രികോണ മത്സരം നടന്നു. ചിലപ്പോൾ രണ്ടാമത് വരാമെന്ന്, അത് ഒന്നാമത് എന്ത് നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, ഞാൻ പറയുന്നു പൂർത്തിയാക്കാൻ സമ്മതിക്കും ദയവ് ചെയ്ത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തേ നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി? BJP 2-ാം സ്ഥാനത്ത് വന്നില്ലേ തിരുവനന്തപുരത്ത്? എന്തേ അംഗീകരിക്കാൻ മടി? അതേപോലെ തന്നെ നിങ്ങൾക്കുമുണ്ടല്ലോ മടി. നേമത്ത് നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ കഥ പറയുന്നില്ല, അരുവിക്കരയിൽ ത്രികോണ മത്സരമാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്കും ചില കാര്യങ്ങളിൽ മടിയുണ്ട്. തെരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളും പറയുന്നത് ശ്രീ ഷുക്കൂർ. ആ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. നമുക്കൊരു അവസാനത്തെ ചില നിമിഷങ്ങളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. എന്റെ ചോദ്യം ശ്രീ ഷുക്കൂർ, ഈ സംസ്ഥാനത്തെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണല്ലോ ജനങ്ങൾ വിലയിരുത്തുന്നത്. 1 മാസം തികയുകയാണ് ഇന്ന് പരവൂർ വെടിക്കെട്ട് അപകടം നടന്നിട്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പരിക്ക് പറ്റിയവരോടും മരിച്ച ഇരകളുടെ കുടുംബത്തോടും ചെയ്തോ? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകുകയാണ്. 10 ലക്ഷം രൂപയുടെ ധനസഹായം, അത് സാങ്കേതികമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്, ഞങ്ങൾ എടുത്ത നിലപാടിൽ കിട്ടിയവരുമുണ്ട് കുടുംബങ്ങൾ. 100-ൽ പരം ആളുകൾ അവിടെ മരിച്ചിട്ട് 2 പേർക്കാണ് ഇതുവരെ 10 ലക്ഷം രൂപ കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് എന്താണ് തടസ്സം? എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? പരിക്കേറ്റ പലരും ഇപ്പോഴും നിരന്തരം ആശുപത്രികളിൽ പോകുന്നു. അവരുടെ സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്താണ് അവർ ചിലവാക്കുന്നത്. എന്തുകൊണ്ട് ഇടപെടാൻ പറ്റുന്നില്ല? അതെ, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റും. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ചില നടപടിക്രമങ്ങൾ, ചട്ടം അത് ബാധകമാണ്. അതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഇത് കിട്ടിയേ പറ്റൂ. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഈ ദുരന്തത്തിന്റെ കെടുതി അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സഹായം നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തെ നയിക്കുന്ന സഖാവ് പിണറായി വിജയനും സഖാവ് കോടിയേരി ബാലകൃഷ്ണനുമാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നീക്കി സർക്കാരിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അവസ്ഥ എന്താ? ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ചികിത്സ, സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സയുടെ മുഴുവൻ പണവും കൊടുക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. അവസാനം സ്വന്തം പണയം വെച്ചിട്ട് പോലും കാശ് കൊടുത്ത് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ അവിടെ പുറ്റിങ്ങലിലെ ആളുകൾക്ക്, പരവൂരിലെ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊരു കാര്യം. ഇപ്പോൾ ജിഷയുടെ കാര്യമാണല്ലോ. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാത്തൊരു കാര്യം പറയാം. ജിഷയുടെ കാര്യം, മരണം നടന്നു, എത്ര ദിവസമായി? ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നറിയോ? അവിടെ 2 വാർഡുകളിലുള്ള ആളുകളെ വോട്ടർ പട്ടിക നോക്കി കൊണ്ടുവന്ന് അവരുടെ വിരലടയാളം എടുത്ത് വിടുകയാണ്. നാളെ ഇപ്പോൾ ആ വാർഡ് മാറി മിക്കവാറും ആ മണ്ഡലം തന്നെയാവും. ശ്രീ ഷുക്കൂർ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് ഇടപെട്ട് അങ്ങയോട് ചോദിക്കുകയാണ്. ഇതാ ഇപ്പോൾ
13 ദിവസമായി ജിഷയുടെ മരണം നടന്നിട്ട് ആ കാര്യത്തിൽ നടത്തേണ്ട സയന്റിഫിക് അസിസ്റ്റന്റുമാരുടെ പരിശോധന അന്ന് നടത്തിയില്ല. അവിടെ ഫോറൻസിക് വിദഗ്ധർ വന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങൾ നടത്തിയില്ല. ചട്ടപ്രകാരം ചെയ്യേണ്ട ആ കാര്യങ്ങളൊന്നും അന്വേഷണത്തിൽ ഉണ്ടായില്ല. ഈ വീഡിയോയിൽ ഇതൊന്നും പകർത്തിയില്ല. ഇപ്പോൾ അവിടെയുള്ള ആണുങ്ങളെ മുഴുവൻ വിരലടയാളം നടത്തി പരിശോധന നടത്തുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇത്തരം കേസുകളിൽ, ഇങ്ങനെ ഉണ്ടാകുന്ന കേസുകളിലൊക്കെ നാട്ടിൽ നടക്കുക ശ്രീ ഷുക്കൂർ? ആ നാട്ടുകാരൻ പി പി തങ്കച്ചൻ പോയത് 10-ാം ദിവസം അവിടെ. മനോജ് ലാലെ, വളരെ പ്രമാദമായ ഒരു കേസാണ്. ആ പ്രമാദമായ കേസിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് പുറകോട്ട് നോക്കിയാൽ പ്രതികളായി വരുന്നത് ഉന്നതരായ CPM നേതാക്കളാണ്. പ്രതികളെ നിങ്ങൾ കണ്ടുപിടിക്കാത്തടത്തോളം ആരുടെയും പേര് പറയരുത് ശ്രീ ഷുക്കൂർ. ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള സംശയം. നിങ്ങൾ പ്രതികളെ കണ്ടുപിടിക്കാത്തത് നിങ്ങൾക്ക് സൗകര്യം പോലെ തലേനാൾ വരെ ചില ആളുകളുടെ പേരുകൾ പറയണം. അതുകൊണ്ട് നിങ്ങൾ ആളുകളെ കണ്ടുപിടിക്കില്ല. ഇതാണോ നടക്കുന്നത്? ഇല്ല, ഞാനത് പറയട്ടെ. മരണപ്പെട്ട ജിഷയുടെ പ്രിയപ്പെട്ട അമ്മ വാവിട്ട് നിലവിളിക്കുകയാണ്. അതെ, അതുകൊണ്ടാണ് പി പി തങ്കച്ചൻ അങ്ങോട്ട് പോയത്. ആരാണ്? ഞാൻ പേര് പറയുന്നില്ല. പെരുമ്പാവൂരുകാരനായ പി പി തങ്കച്ചൻ 10-ാം ദിവസമാണ് അവിടെ എത്തിയത്. എന്തുകൊണ്ട്? UDF-ന്റെ കൺവീനറാണ്. അവിടെ ഈ കുടുംബവുമായി ഏറ്റവും അധികം അടുത്ത ബന്ധമുണ്ടാകേണ്ട പി പി തങ്കച്ചൻ പോലും 10-ാം ദിവസമാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് തെളിയുന്ന കാര്യമല്ലേ? ശരി, നമുക്ക് ഈ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ശ്രീ PM മനോജ്, ഇനിയിപ്പോ ജിഷയുടെ കാര്യത്തിൽ ശ്രീ ഷുക്കൂർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഇനി 3-4 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. പലതും പറയാൻ സാധിക്കും, പലതും പറയിപ്പിക്കാനും സാധിക്കും. ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ? പ്രതികളെ ആരെയും ഇതുവരെ കണ്ടുകിട്ടിയിട്ടുമില്ല. ഒരു സംശയം വേണ്ട, ഉമ്മൻചാണ്ടിയാ മുഖ്യമന്ത്രി, എന്ത് വൃത്തികേടും ചെയ്യും. ഈ ശ്രീ ഷുക്കൂർ ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ, പല വൃത്തികളോടും കേടുകളോടും അദ്ദേഹത്തിനും താല്പര്യമില്ല, അദ്ദേഹവും അംഗീകരിക്കില്ല. എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് KSUവിൻ്റെ തരംതാണ, KSU കാലത്താണല്ലോ ഏറ്റവും തരംതാണ തെരഞ്ഞെടുപ്പ് അടവുകൾ പ്രയോഗിക്കുക, അതിനേക്കാൾ മോശമായ അടവുകൾ പ്രയോഗിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവും. അതുകൊണ്ടാണ് ഇപ്പോൾ 13-ാമത്തെ ദിവസമായി. ഒരു സാധാരണ കേസാണ്. എന്തുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ സമയത്തിന്റെ എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായി ആഭ്യന്തര വകുപ്പ് ഇടപെടേണ്ടതാണ്. സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതാണ്. കൃത്യമായി പ്രതിയെ പിടിക്കേണ്ടതാണ്. ആ കാര്യം പറയാതെ ചില ചർച്ചകളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാടകമായി മാത്രമേ ജനങ്ങൾ കാണൂ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ A ഷുക്കൂർ, ശ്രീ PM മനോജ്, ശ്രീ രാധാകൃഷ്ണൻ മേനോൻ.